നാരായണ നാരായണ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 14-ാം അധ്യായം 26-ാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണം. ഓം യുധിഷ്ഠിര ഉവാച കച്ചിത് അനർത്ഥപുര്യാം ന സ്വജന സുഖമാസദേ മധുഭോജദശാർഹാർഹ സാത്വതാന്തകൃഷ്ണയാം. 9-ാമത്തെ പാഠാണ്. യുധിഷ്ഠിരൻ ദ്വാരകയിൽ നിന്ന് വന്നതായിട്ടുള്ള ദുഃഖിതനായിട്ടുള്ള അർജുനനോട് പറയുന്ന വാക്കുകളാണ്. ആനർത്തപുര്യ, ആനർത്തപുരിയായിട്ടുള്ള കുശസ്ഥലിയായിട്ടുള്ള ദ്വാരക, ബലരാമൻ്റെ പത്നിയായിട്ടുള്ള രേവതിയുടെ അച്ഛൻ്റെ മുത്തശ്ശൻ്റെ സ്ഥലമാണ്. അപ്പോൾ ഒരു സ്ത്രീധനം കിട്ടിയ പോലെയാണ്. അത് വൈകുണ്ഠ ലോകത്തിലെ ഒരു തരി മണ്ണാണ് ഈ കുശസ്ഥലി അല്ലെങ്കിൽ ദ്വാരക. കൃഷ്ണനാണ് ദ്വാരകയാക്കിയത്. 100 യോജന വിസ്താരമുള്ള ആ ദ്വാരക, അവിടെ ആനർത്തപുരി എന്ന് അതിന് പേര്. ആനർത്തൻ്റെ ആയതുകൊണ്ടാണ്. ആനർത്തനാണ് ഞങ്ങൾ ബ്രഹ്മലോകത്തിലൊക്കെ പോയി, അതൊക്കെ കഥകൾ വേറെ വരും. അപ്പോൾ ആ ദ്വാരകയിൽ മധു ഭോജ ദശ അർഹ അർഹ. അപ്പോൾ അവിടെ ദാസന്മാർ, അർഹന്മാർ, അങ്ങനെ 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള വൃഷ്ണി വംശം ഉണ്ട് എന്നാണ് ദ്വാരകയിൽ. അത് 8 അല്ല, 110 ഉണ്ട് എന്നാണ് പറയുക. വംശത്തിൻ്റെ പേരുകൾ, ആദ്യത്തേതായിട്ടുള്ളത് 8 പേര് യാദവന്മാർ. അതിൽ അവരുടെ വംശസ്ഥാപകരായിട്ട് വീണ്ടും വീണ്ടും ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണൻ ഉണ്ടായത് കൊണ്ട് അത് അത്ര സാരമായില്ല എന്നേ ഉള്ളൂ. എന്നാലും ശരി, ഒരുപാട് ആൾക്കാരുടെ പേര് ഗർഗഭാഗവതത്തിലൊക്കെ കാണാൻ സാധിക്കും. ഇപ്പം 110 ഗണം ഈ യാദവരുണ്ടെന്നാണ് പറയുക. അപ്പോൾ അതിലൊരു 10-11 പേരൊക്കെ നമുക്ക് ഭാഗവതത്തിൽ ഒടുക്കം കാണാൻ സാധിക്കുകയും ചെയ്യും. ആ ദ്വാരകയിൽ ഈ മധുക്കൾ, ഭോജന്മാർ, ദശാർഹന്മാർ, അർഹന്മാർ, സാത്വത, അന്ധകൻ, വൃഷ്ണി ഇങ്ങനെയുള്ള ആളുകൾ, സ്വജനാഹ അവരുടേതായിട്ടുള്ള ആളുകളുടെ കൂടെ നമ്മുടെ സ്വന്തക്കാരുണ്ട്, പാണ്ഡവരുടെ സ്വന്തക്കാരുണ്ട്. അപ്പോൾ ഈ സുഭദ്ര അതിലാണല്ലോ വിടുക, നമ്മുടെ സ്വന്തക്കാരായിട്ടല്ലേ വിടുക. അപ്പോൾ അങ്ങനെയുള്ള അവരും, പിന്നെ കുന്തി അവിടുത്തെയാണ്, വസുദേവരുടെ പെങ്ങളല്ലേ. അപ്പോൾ ആ നിലയ്ക്കും ഭോജരാജാവ് എടുത്ത് വളർത്തിയതാണ്. അപ്പോൾ അവരും സ്വന്തക്കാരാണ്, വസുദേവരുടെ കുടുംബക്കാരും സ്വന്തക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ധാരാളമുണ്ട്. അവർക്കുമൊക്കെ കച്ചിത് സുഖം ആസ്തേ, അവരെല്ലാവരും സുഖമായിട്ട് വസിക്കുന്നില്ലേ? ഇതാണ് ചോദ്യം. കച്ചിത് ഒരു അങ്ങനെ തന്നെയല്ലേ എന്നുള്ള ചോദ്യമാണ്. കച്ചിത് അങ്ങനെ തന്നെയല്ലേ ആസ്തേ ഇരിക്കുന്നത്? എങ്ങനെ സുഖമായിട്ട്? സുഖം കച്ചിത് ആസ്തേ, സുഖം ആസ്തേ കച്ചിത്, അങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത്? ഉറപ്പിച്ചിട്ടാണ് എന്ന് വെച്ചാൽ അതേ കേൾക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അതാണ്. കച്ചിത് ആനർത്തപുരിയാം, അവിടെ ഇപ്രകാരത്തിൽ ഈ ആനർത്തപുരിയിൽ നഹ സ്വജനാഹ, നമ്മുടെ സ്വന്തം ജനങ്ങൾ വെച്ചാൽ ജ്ഞാതി ബന്ധുക്കൾ അവിടെയുണ്ട്. അമ്മയുടെ ആൾക്കാരുണ്ട്, നിന്റെ ഭാര്യയുടെ ആൾക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. ഇങ്ങനെ സുഖം ആസതേ, സുഖമായിട്ട് ഇരിക്കണില്ലേ, വസിക്കണില്ലേ? ആരൊക്കെയാണ് ഇരിക്കണത്? യാദവന്മാർ, മധു ആ രാജാവിൻ്റെ കീഴിലുള്ളവർ, അല്ലെങ്കിൽ അതിൻ്റെ ആ വംശപരമ്പരയിലുള്ള ഭോജരാജാവിൻ്റെ കീഴിലുള്ളവർ, ദാസന്മാർ, അതേപോലെ ഈ മറ്റേത് മുക്കുവരല്ല കേട്ടോ, അത് വേറെയാണ്. ദശൻ എന്ന് പറഞ്ഞ രാജാവ്, ദശ അർഹൻ എന്ന് പേരായിട്ടൊരു രാജാവ്, ദശാർഹൻ അങ്ങനെ രാജാവ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അർഹാഹ, മഹാർഹാർഹ ഒക്കെ ഉണ്ട്. ഏതായാലും അവർക്കൊക്കെ സാത്വതന്മാർ, അന്ധകന്മാർ, വൃഷ്ണികൾ, ഇവർക്കൊക്കെ സുഖം തന്നെയല്ലേ? കുറേ ആളുകളുടെ പേര് വന്നു. അത് ബാക്കിയുള്ളത് നമ്മൾ എവിടുന്നാണ് കിട്ടിയത് വെച്ചാൽ അവിടെ കൂട്ടിച്ചേർത്തോളാം. എത്ര കിട്ടിച്ചാൽ അത്ര കൂട്ടിച്ചേർക്കാം. 110 കിട്ടിച്ചാൽ മുഴുവൻ കൂട്ടിച്ചേർക്കാം. അവർക്കൊക്കെ സുഖം തന്നെയല്ലേ? കച്ചിത് ആനർത്തപുര്യാം നഹ സ്വജനാഹ സുഖം ആസദേ മധു ഭോജ ദശ അർഹ അർഹാഹ, അല്ലെങ്കിൽ ദശ അർഹാർഹ. അവർക്കെല്ലാവർക്കും സാത്വതാന്ധകവൃഷ്ണയാഹ, അവർക്കൊക്കെ സുഖം തന്നെയല്ലേ?
കച്ചിദാനർത്ഥപുര്യാം ന സ്വജനാ സുഖമാസതേ മധുഭോജദശാർഹാർഹ സാത്വതാന്ധകവൃഷ്ണയ ശൂരോ മാതാമഹ കച്ചിൽ സ്വസ്ത്യാസ്തേ വാധമാരിഷ മാതുലസാനുജ കച്ചിൽ കുശല്യാനകതുന്ദുഭി. 27ാമത്തെ ശ്ലോകം. മാരിഷ വേണ്ട രീതിയിൽ പൂജിക്കാൻ അർഹനായിട്ടുള്ള ഒരു രാജാവിൻ്റെ പേര് മാരിഷ. അതേപോലെ വരീയഹ എന്നുള്ള അർത്ഥത്തിൽ. പിന്നെയോ ശൂരഹ വീരനുമായിട്ടുള്ള വീരശൂരന്മാരായിട്ടുള്ള മാതാമഹ അമ്മയുടെ അച്ഛൻ കുന്തിയുടെ അച്ഛൻ. അതേപോലെ അനുജഹ അദ്ദേഹത്തിൻ്റെ അനുജന്മാർ. മാതുരഹ അമ്മാവന്മാർ. ആനകദുന്ദുഭി വസുദേവര് കൃഷ്ണൻ്റെ അച്ഛൻ. കുശലി കച്ചിത് അവരൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നില്ലേ. അപ്പോൾ ഈ ഉഗ്രസേനൻ വേറെ ഒരു വസുദേവരുടെ അച്ഛനുണ്ട്. അദ്ദേഹം ഇങ്ങനെയുള്ള എല്ലാവരും സുഖമായിട്ട് തന്നെയല്ലേ ഇരിക്കണത്. ശൂരസേനൻ ഇവരൊക്കെ സുഖമായിട്ടല്ലേ ഇരിക്കണത്. അതൊക്കെയാണ് ചോദ്യം. ശൂരസേനൻ ഒരു മുത്തശ്ശനാണ്. അപ്പോൾ ആ മുത്തശ്ശൻ അതേപോലെ മാതാമഹ ശരിക്കും പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അച്ഛൻ. അപ്പോൾ ശൂരസേനായിട്ടുള്ള ഈ മാതാമഹൻ കച്ചിത് സ്വസ്തിയാസ്തേ മുത്തശ്ശന് സുഖല്ലേ. പ്രായം കുറേയുണ്ട്, കുറച്ചൊന്നല്ല. ഇവിടെ കൃഷ്ണനെ 125 കഴിഞ്ഞു. അപ്പം അവർക്ക് എത്ര പ്രായമുണ്ടാവും? അവരുടെ മുത്തശ്ശനാണേ, കൃഷ്ണൻ്റെ മുത്തശ്ശനാണ്. അപ്പോൾ അഥ മാരിഷഹ എല്ലാവരും പൂജിക്കുന്നതായിട്ടുള്ള ഇവിടെ ശൂരൻ എന്നുള്ളൊരു അർത്ഥം വീരൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതങ്ങനെയല്ല, ശൂരസേനൻ എന്നൊരു പേരാ. അപ്പം അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെ അവരെല്ലാവരും പൂജിക്കപ്പെടുന്നവരെല്ലാവരും സുഖമായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. മാതുരഹ നമ്മുടെ അമ്മാവന്മാര്, സാനുജഹ അവരുടെ അനുജന്മാര്, അച്ഛൻ ചെറിയച്ഛൻ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ. പിന്നെ കച്ചിത് കുശല്യ ആനകതുന്ദുഭി കുശലൻ തന്നെയല്ലേ. കുശലി ഈ ആ കുശല്യ ഈ ആ അത് യാകാരമായിട്ട് മാറി. കുശലി യാ കുശല്യ. കുശല്യ ആനകദുന്ദുഭി ആനകദുന്ദുഭി വെച്ചാൽ ഈ വസുദേവർ ജനിച്ച സമയത്ത് ആനകം ദുന്ദുഭി തൊട്ടുള്ള ഈ ദേവവാദ്യങ്ങളൊക്കെ മുഴങ്ങി. കാരണം കൃഷ്ണന്റെ അച്ഛനാവാൻ പോകണയാളാ. മാത്രമല്ല എല്ലാ അർത്ഥത്തിലും കശ്യപന്റെ അവതാരമാണ്. അത് മാത്രമല്ല ഈ ദേവനെ ആഹ്വാനം ചെയ്യാൻ കഴിയുന്ന ദേവൻ ഉള്ളിലുള്ള ജ്ഞാനപ്രകാശം ഉള്ളിലുള്ള അങ്ങനെയുള്ള അനവധി ഉണ്ട്. ഈശ്വരതുല്യന. അതുകൊണ്ടാണ് അത്രയും യോഗ്യതയുണ്ട് വസുദേവർക്ക്. അപ്പോൾ ദേവന്മാർ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആനകം ദുന്ദുഭി തൊട്ടുള്ള വാദ്യഘോഷങ്ങളെ പുഷ്പവൃഷ്ടി മറ്റേ ബ്രാഹ്മണരുടെ സ്തുതി വേദസ്തുതി അങ്ങനെ പലതും ഉണ്ടായി. അപ്പോൾ അതിന് ആനകദുന്ദുഭി എന്നുള്ളൊരു പേരും അവർ ദേവന്മാരാൽ ഈ വസുദേവരുടെ ബഹുമാനാർത്ഥം കൊടുത്തു എന്ന് സാരം. അതാണ്. അപ്പോൾ അവർക്കൊക്കെ സുഖല്ലേ. ശൂരോ മാതാമഹനായിട്ടുള്ള മുത്തശ്ശനായിട്ടുള്ള ശൂരസേന സുഖല്ലേ. കച്ചിത് സ്വസ്തി ആസ്തേ സുഖമായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത് അവരെല്ലാവരും. കുവ അഥ മാരിഷഹ അവരൊക്കെ പൂജനീയരാണ്. അങ്ങനെ ഒരു പേര് മനസ്സിലുണ്ടാവാം മാരിഷൻ എന്നൊക്കെ. ശൂരൻ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവിടെ മാരിഷനും പേരുണ്ടാവാം. മാതുലഹ സ അനുജഹ അമ്മാവന്മാര് അവരുടെ അനുജന്മാര്. പിന്നെ കച്ചിത് കുശലി ആനകദുന്ദുഭി വസുദേവരുടെ ഈ സുഖത്തെ അവരെല്ലാവരും അന്വേഷിക്കുന്നു. കൂട്ടത്തിൽ ഈ യുധിഷ്ഠിരനും അന്വേഷിക്കണം. അങ്ങനെ കൂട്ടിയാൽ മതി. എല്ലാവർക്കും സുഖമല്ലേ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ശൂരോ മാതാമഹ കച്ചിൽ സ്വസ്ത്യാസ്തേ വാധമാരിഷ മാതുലസാനുജ കച്ചിൽ കുശല്യ ആനകദുന്ദുഭി സപ്തസ്വസാരസ്തൽപത്ന്യോ മാതുലാന്യ സഹാത്മജ ആസ്തേ സസ്നുഷാ ക്ഷേമം ദേവകീ പ്രമുഖ സ്വയം. തൽപത്ന്യ അവരുടെ പത്നിമാരായിട്ടുള്ള സപ്തസ്വസാരഹ 7 സഹോദരിമാര്. അപ്പോൾ വസുദേവർക്ക് പിന്നെയും പത്നിമാരുണ്ട്, 18 പത്നിമാരുണ്ട്. ദേവകിയുടെ സഹോദരിമാരായിട്ട് തന്നെ 7 പേരുണ്ട്. ദേവകി തൊട്ട് 8 പേരെന്നാണ്. അപ്പോൾ അവരെല്ലാവരും ഒരേപോലെ 7 സഹോദരിമാരും സുഖമായിട്ടല്ലേ ഇരിക്കണത്. മാതുലാന്യഹ അവരുടെ അമ്മായിമാര്, അവരുടെ പത്നിമാരൊക്കെ അമ്മായിമാരാണ്. അപ്പോൾ അവരൊക്കെ ദേവകി പ്രമുഖാഹ ദേവകി തൊട്ടുള്ള എല്ലാവരും ഒരേപോലെ. സഹാത്മജാഹ അവരുടെ പുത്രന്മാര് അവരെല്ലാവരും. സസ്നുഷാഹ ആ പുത്രന്മാരുടെ ഭാര്യമാര്. സ്നുഷ എന്ന് പറഞ്ഞാൽ പുത്രഭാര്യ. അപ്പോൾ പുത്രന്മാരുടെ ഭാര്യമാര് സസ്നുഷാഹ അവരുടെ പുത്രന്മാരുടെ ഭാര്യമാരോട് കൂടിയിട്ട് സുഖം ആസദേ കച്ചിൽ അവരൊക്കെ സുഖമായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ഉറപ്പല്ലേ. അതാണ് സപ്ത സ്വസാരഹ തത് പത്ന്യഹ ഈ 7 സ്വന്തം എന്ന് കണക്കാക്കുന്നതായിട്ടുള്ള ദേവകിയുടെ
സഹോദരിമാരായിട്ടുള്ള ഓരോരുത്തരും അവരുടെ പത്നിമാർ, സഹോദരന്മാർ അവരുടെ പത്നിമാർ, മാതുല അന്യഹ മാതുലാനി എന്ന് ഉദ്ദേശിച്ചത് അമ്മായിമാരെയാണ്, അമ്മാവൻ്റെ പത്നിമാർ, അമ്മാവൻ്റെ പത്നി. അപ്പോൾ അങ്ങനെയുള്ള അവരെല്ലാവരും സഹ ആത്മജാഹ അവരുടെ പുത്രന്മാർ, ആത്മജൻ എന്ന് പറഞ്ഞാൽ പുത്രൻ, സഹ കൂടെ ആത്മജന്മാർ അവരുടെ പുത്രന്മാരെല്ലാവരും സുഖമായിട്ട് ആസതെ ഇരിക്കുന്നില്ലേ, അല്ലെങ്കിൽ ആസ്തേ സസ്നുഷാഹ ക്ഷേമം, സഹ കൂടെ, സ്നുഷാഹ സ്നുഷമാരുടെ കൂടെ, സ്നുഷാഹ ക്ഷേമം വളരെ ഏറ്റവും യോഗ്യമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയല്ലേ അവരെല്ലാവരും കഴിയുന്നത്. ദേവകി പ്രമുഖാഹ സ്വയം അവരെല്ലാവരും ദേവകി തൊട്ടുള്ള ഓരോരുത്തരും പ്രാമുഖ്യത്തോടു കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദേവകി ഏറ്റവും താഴെയാണ്, എങ്കിലും അവരെല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്. ദേവകിക്ക് പ്രാമുഖ്യം ഒരാൾ കാരണം കൃഷ്ണന്റെ അമ്മ എന്ന നിലയ്ക്കാണ്. സപ്തസ്വസാരസ്തത്പത്ന്യോ മാതുരാന്യ സഹാത്മജ ആസദേ സസ്നുഷാ ക്ഷേമം ദേവകി പ്രമുഖാ സ്വയം. ഇങ്ങനെ 26, 27, 28 3 ശ്ലോകങ്ങളെ ഇപ്പോൾ 9ാമത്തെ പാഠമായിട്ട് പറഞ്ഞു. പ്രഥമ സ്കന്ധത്തിലെ 14ാമത്തെ അധ്യായം. നാരായണ നാരായണ.